ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. എൻ്റെ പേര് മുഹമ്മദ് തഫീം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ എവിടുന്ന് തുടങ്ങി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി നമ്മളിങ്ങനെ പോയി ആ പോയ വഴിക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ജനറേറ്ററിനെ പറ്റി പറഞ്ഞു, ട്രാൻസ്ഫോമറിനെ പറ്റി പറഞ്ഞു, ഇൻഡക്ടറിനെ പറ്റി പറഞ്ഞു, മൈക്രോഫോണിനെ വരെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എത്തിക്കുന്നത്, അങ്ങനെ വന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മീറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നിലവിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഒരു കിലോ വാട്ട് അവർ മീറ്ററിൽ, നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മീറ്ററിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. ഓർക്കണ്ടല്ലോ, അതിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നു. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇൻ എ ഹൗസ് 5 CF lamps of 20 watt each works for 4 hours. 4 fans of 50 watt each work for 5 hours and a TV of 100 watt works for 4 hours in a day. അപ്പോൾ ഇവരുടെ എല്ലാം ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ എനർജി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നമുക്ക് ലാമ്പിൻ്റെ കണ്ടുപിടിക്കാം. ഒരു CF ലാമ്പിൻ്റെ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ 20 വാട്ടാണ്, 4 മണിക്കൂറിലാണ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഴുതി വെക്കാം. പവർ ഓഫ് എ CF ലാമ്പ് ഈക്വൽ ടു 20 വാട്ട്. അപ്പോൾ എനർജി കൺസ്യൂംഡ് ഈക്വൽ ടു എത്രയാ, പവർ ഇൻറ്റു ടൈം. ടൈം ഇസ് ഈക്വൽ ടു 4 hours ആണ് കേട്ടോ. ടൈം ഇസ് ഈക്വൽ ടു 4 hours. ടൈം ഡിവൈഡഡ് ബൈ 1000. പവർ ഇൻറ്റു ടൈം 20 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1000. ഇതിവിടെ നിൽക്കട്ടെ. 20 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു 80 ബൈ 1000. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. 8 ബൈ 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ 8 ബൈ 100 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ എനർജി കൺസ്യൂംഡ് ആണ്. ഒരു സിംഗിൾ ബൾബിൻ്റെ എനർജി കൺസ്യൂം. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ എനർജി ഓഫ് 5 CF lamps. എനർജി ഓഫ് 5 CF lamps എന്ത് ചെയ്താൽ മതി, ഇതിന് നമ്മൾ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 ഇൻറ്റു 8 ബൈ 100 ഈക്വൽ ടു 5 ഇൻറ്റു 8 എത്രയാണ്, 40 ബൈ 100. 40 ബൈ 100. അപ്പോൾ 0 ഡിവൈഡ് ചെയ്ത് കളയുന്നു. ഓക്കെ, 40 ബൈ 100 4 ബൈ 10 എന്ന് പറയും. 4 ബൈ 10 ഇസ് ഈക്വൽ ടു 0.4 കിലോ വാട്ട് അവേഴ്സ്. ഓക്കെ, 0.4 കിലോ വാട്ട് അവേഴ്സ് ആണ് നമ്മുടെ ബൾബിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു 5 ബൾബ്സിൻ്റെ CF ലാംപ്സിൻ്റെ എനർജി കൺസ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, 0.4 നമുക്ക് എഴുതി വെക്കാം. 5 CF lamps 0.4 കിലോ വാട്ട് അവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബൾബിൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫാനിൻ്റെ കണ്ടുപിടിക്കണം, TV യുടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഫാൻ 4 ഫാൻസ് ആണുള്ളത്. ഇത് പവർ ഓഫ് എ ഫാൻ, ഫാനിൻ്റെ പവർ ഓഫ് എ ഫാൻ ഇസ് ഈക്വൽ ടു 50 വാട്ട്. അപ്പോൾ എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു, ടൈം എത്ര അവേഴ്സ് ആയിരുന്നു, 5 hours ആണ്. ടൈം ഇസ് ഈക്വൽ ടു 5 hours. ഓക്കെ, എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, പവർ എത്രയാണ്, 50. ടൈം 5 ആണ്, ഡിവൈഡഡ് ബൈ 1000 is equal to 250 divided by 1000 is equal to, നമ്മൾ 250 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 250 ടേബിളിൽ ഇത് 1 ടൈംസ്, ഇത് 4 ടൈംസ്. 1/4 എന്ന് നമുക്ക് 1/4 കിലോ വാട്ട് അവർ. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ 1/4 കിലോ വാട്ട് അവർ ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് എനർജി ഓഫ് 5 ബൾബ്സ്, എനർജി ഓഫ് 4 ഫാൻസ്, എനർജി ഓഫ് 4 ഫാൻസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 1/4. ഈ ഒരെണ്ണത്തിൻ്റെ
എന്താണ് എനർജി നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 1/4 എന്ന് പറഞ്ഞാൽ 1 kWh ആണ്. ഓക്കെ, 1 kWh ആണ് നമ്മുടെ ഫാനിൻ്റെ 4 ഫാൻസിൻ്റെ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി വിയുടെ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഈ പേജിലൂടെ എഴുതി വെക്കാം. CF ലാമ്പ് 5 CF ലാംപ്സിൻ്റെ എത്രയായിരുന്നു? 0.4 kWh ആയിരുന്നു. അതുപോലെ തന്നെ 4 ഫാൻസിൻ്റെ 1 kWh ആയിരുന്നു. ഓക്കെ, 1 kWh. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ടി വിയുടെ ആണ്. അപ്പോൾ പവർ ഓഫ് എ ടി വി ഈസ് ഈക്വൽ ടു 100 വാട്ട് എന്ന് വന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? ടൈം 4 hours ആണ്. ടൈം 4 hours. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എനർജി കൺസ്യൂംഡ് is equal to power into time divided by 1000. പവർ എത്രയാണ്? 100 ആണ്. 100 into 4 divided by 1000. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് 0 ഒക്കെ ഡിവൈഡ് ചെയ്ത് കളയാം. is equal to 4/10 is equal to 0.4 kWh. അപ്പോൾ 1 TV is equal to 0.4 kWh. ഓക്കെ, അപ്പോൾ നമുക്കിത് എല്ലാവരും 3 പേരുടെ നമുക്ക് എന്ത് കിട്ടി? എനർജി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ എനർജി എഴുതണം. ടോട്ടൽ എനർജി കൺസ്യൂം. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ല. കാരണം എന്താ? ഒരു സിംഗിൾ ടി വി ആണുള്ളൂ. ക്വസ്റ്റനിൽ ഒരു ടി വി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണത്തിൻ്റെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ആയിരുന്നത്. ഈക്വൽ ടു എല്ലാം കൂടി ആഡ് ചെയ്യുക. CF ലാമ്പിൻ്റെ 0.4 പ്ലസ് ഫാനിൻ്റെ 1 പ്ലസ് ടി വിയുടെ 0.4 ഈക്വൽ ടു 1.8 kWh ഈക്വൽ ടു 1.8 യൂണിറ്റ്. ഓക്കെ, ഇത്രയും എനർജിയാണ് ഇവരെല്ലാവരും കൂടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയതെങ്കിൽ കൺഗ്രാജുലേഷൻസ്. അല്ലാത്തവർ എന്ത് ചെയ്യുക? ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വന്ന എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമ്മളെല്ലാം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സിനെ പറ്റി പഠിച്ചു. അതിൻ്റെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഇലക്ട്രിസിറ്റി നമ്മൾ പവറൊന്നും നഷ്ടപ്പെടാതെ, ഹീറ്റായിട്ടൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു. ആ വീട്ടിൽ നിന്ന് നമ്മൾ പവർ ലൈനിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വയറിങ് വരെ നടത്തി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ വയറിംഗ് ഒക്കെ നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനർജിയാണ്. ഈ എനർജി എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ എനർജി ഡേഞ്ചറസ് ആണ്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈ എമൗണ്ട്സിൽ നമുക്ക് ഡേഞ്ചറസ് ആണ്. അതായത് ഇപ്പോൾ ഹീറ്റ് എനർജി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മൂലം ഹീറ്റ് എനർജി ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ ആണ്. കാരണം എക്സ്പ്ലോഷൻസ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചർ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അപ്ലയൻസസിനെ അത് ബാക്കി നമ്മുടെ ജീവനെ തന്നെ അത് ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഇലക്ട്രിസിറ്റി ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴും സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റിക്ക് സേഫ്റ്റി, അതിൻ്റെ ഒരു സേഫ്റ്റി എങ്ങനെ ഉറപ്പുവരുത്തുക എന്നുള്ള പറ്റിയാണ് ഇനി നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 3 സേഫ്റ്റി മെഷേഴ്സാണ് നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഫസ്റ്റത്തെ സേഫ്റ്റി ഫ്യൂസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവമാണ് സേഫ്റ്റി ഫ്യൂസ്. രണ്ടാമത് സംഭവം MCB അല്ലെങ്കിൽ ELCB. MCB അല്ലെങ്കിൽ ELCB എന്ന് പറയുന്ന ഡിവൈസ് ആണ്. മൂന്നാമതായിട്ട് നമ്മൾ 3 പിൻ പ്ലഗും എർത്തിങ്ങും. ഓക്കെ, ഈ 3 സംഗതികളാണ് നമ്മൾ എന്ത് ചെയ്യുക? സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സേഫ്റ്റി ഫ്യൂസിനെ പറ്റി ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. എന്താ? ടിന്നിന്റെ ലെഡിന്റെ ഒരു അലോയ് വെച്ചിട്ടാണ് സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. എന്താ? വേഗം മെൽറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബ്രേക്സ് സർക്യൂട്ട് ബൈ മെൽറ്റിംഗ് ഇൻ ദ എവന്റ് ഓഫ് ഫ്ലോ ഓഫ് എക്സസ് കറന്റ് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത് കളയും. അപ്പോൾ അപ്ലയൻസിലേക്ക് എന്ത് ചെയ്യില്ല? നമ്മുടെ എക്സസ് കറന്റ് എത്തിയിട്ട് ഡേഞ്ചർ ഒന്നും ഉണ്ടാവാതെ ഇവർ തടയും. ഓക്കെ,
ഇതാണ് സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ആള് നിസ്സാരക്കാരൻ, ചെറിയ വലിപ്പം കൊണ്ട് നിസ്സാരനാണെങ്കിലും കർമ്മം കൊണ്ട് വളരെ മഹാനായ ഒരു വ്യക്തിയാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞത്. ഇനി സേഫ്റ്റി ഫ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് MCB അല്ലെങ്കിൽ ELCB എന്ന് പറഞ്ഞത്. ഓക്കെ, അതിന്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MCB എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിന്റെ പേര്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCBയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇടിവെട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർലോഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കറണ്ട് വരുന്ന ഒരു സംഭവം, ഇപ്പൊ ഈ ലീക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ വയറിൽ എവിടെയെങ്കിലും ചെറിയൊരു പൊട്ട് വീണിട്ട് അതിന് കറണ്ട് ലീക്കായി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോകും. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. മെൽറ്റ് ആയി പിന്നെ പുതിയ ഫ്യൂസ് വെക്കുക എന്നുള്ളതാണ് പരിഹാരം. പക്ഷേ MCB എന്താ ചെയ്യുന്നത് വെച്ചാൽ സർക്യൂട്ടിനെ ഓഫ് ആക്കി കളയും. സ്വയം ടേൺ ഓഫ് ആയിട്ട് എന്ത് ചെയ്യും, സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് MCB ഓൺ ആക്കി കഴിഞ്ഞാൽ സർക്യൂട്ടിനെ നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. പക്ഷെ ഫ്യൂസ് വയർ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഫ്യൂസ് വയർ ഫിറ്റ് ചെയ്യണം. ഇതിന്റെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓഫ് ആയി പോയി MCB വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ തിരിച്ച് സർക്യൂട്ട് പഴയ പോലെ ആവും. അപ്പൊ ഡേഞ്ചർ വരുമ്പോൾ മാത്രം ഓഫ് ആവും, അല്ലാത്ത സമയത്ത് നമുക്ക് ഇതിനെ ഓൺ ആക്കി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു MCB മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ പെട്ടെന്ന് ഇടി വെട്ടുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ആയി പോകും അല്ലേ. എന്നിട്ട് നമ്മൾ പിന്നെ പോയിട്ട് എന്ത് ചെയ്യണം, മെയിൻ സ്വിച്ച് ചിലപ്പോൾ ചില റൂമുകളിലെ സ്വിച്ച് ഒക്കെ ഓഫ് ആയി പോകും. മെയിൻ സ്വിച്ച് ബോർഡിലെ ചില സ്വിച്ചസ് ഒക്കെ ഓഫ് ആയി പോകും. എന്നിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ മെയിൻ സ്വിച്ചിന്റെ ബോർഡ് ഒക്കെ തുറന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ള സ്വിച്ച് ഒക്കെ ഓൺ ആക്കേണ്ടി വരും. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ആലോചിച്ചത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓഫ് ആയി പോകണമെന്ന്. അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഈ MCB ആണ്. MCB എക്സസ് കറണ്ട് വരുന്ന സ്ഥലത്തേക്കുള്ള സ്വിച്ച് എന്ത് ചെയ്യും, ഓഫ് ആക്കി കളയും. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ എക്സസ് കറണ്ട് പോയി കഴിഞ്ഞിട്ട് ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. അതാണ് സത്യത്തിൽ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിന്റെ പണി. ഓക്കെ, ഇനി MCBയുടെ തന്നെ ഒരു അളിയനുണ്ട്. അളിയന്റെ പേര് ELCB എന്നാണ്. ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ലീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ എക്സസ് കറണ്ടിനെ ഞാൻ നേരത്തെ പറഞ്ഞു, എർത്ത് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. അതിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാം, കൊടുക്കാം. എർത്ത് ഒരിക്കലും പറയില്ല, ഒരു കുറ്റവും പറയില്ല. എർത്തിന് അത് ഇഷ്ടപ്പെടാതിരിക്കില്ല. എർത്ത് രണ്ട് കൈ നീട്ടി എത്ര ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്താലും അതിനെ സ്വീകരിക്കും. അപ്പോൾ ELCB എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സസ് കറണ്ടിനൊക്കെ ELCB എടുത്തിട്ട് നേരെ എർത്തിലേക്ക് വിടും. അതാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുക. ഇനി ഈ ELCBയുടെ കൂടെ തന്നെ ഇത് കൂടാതെ കുറച്ചുകൂടി എക്സ്ട്രാ സേഫ്റ്റിക്ക് ഫിറ്റ് ചെയ്യുന്ന വേറെ സംഭവമാണ് RCCB എന്ന് പറയുന്നത്, റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. റെസിജ്വൽ കറന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് നമ്മുടെ വയറിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വയേഴ്സിൽ കറണ്ട് അതികൂടെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കറണ്ട് ഒക്കെ റെസിജ്വൽ ആയിട്ടുള്ള കറണ്ട്, പ്രത്യേകിച്ച് ഡിവൈസസിലൊക്കെ ചില ഡിവൈസസിന്റെ ഒക്കെ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പ്രശ്നം, നിങ്ങളിപ്പോ ഈ LED ബൾബ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ CF ലാംപ്സിൽ ഓഫ് ആക്കി കഴിഞ്ഞാലും ചിലപ്പോൾ LED ബൾബ്സ് ഒക്കെ കുറച്ച് നേരം കൂടി ചിലപ്പോൾ കത്തി നിൽക്കാറുണ്ട്. അതായത് നമ്മൾ വില കുറഞ്ഞ LED ഒക്കെ മേടിക്കണമെങ്കിൽ അതൊക്കെ റെസിജ്വൽ കറണ്ട് ഉള്ളത് കൊണ്ടാണ്. പൂർണ്ണമായിട്ടും കറണ്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ കുറച്ച് കറണ്ട് ബാക്കി നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കറണ്ട് ഉണ്ടായി കഴിയുമ്പോൾ അതും ഒരു ഹസാർഡാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റെസിജ്വൽ കറണ്ട് ഒരു ഡേഞ്ചർ ആയിട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യുക, സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RCCB, എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് RCCB എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് കൂടാതെ എക്സ്ട്രാ സേഫ്റ്റി നമ്മുടെ സർക്യൂട്ടിന്, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് ഗ്യാരണ്ടി ചെയ്യുന്ന സംഗതികളാണ് ഈ MCB, ELCB, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ RCCB എന്ന് പറഞ്ഞ ഈ 3 സംഗതികൾ. പിന്നെ വളരെ നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന, നമ്മൾ തന്നെ ഡെയിലി ഡേ ടു ഡേ കോണ്ടാക്റ്റിൽ വരുന്ന അപ്ലയൻസസിനെ സേവ് ചെയ്യാൻ വേണ്ടി, അപ്ലയൻസ് വഴി നമുക്ക് ഡേഞ്ചർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് 3-പിൻ പ്ലഗും എർത്തിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ പ്ലഗ്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗുകളിൽ എൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, 3 പിൻസ് ഉണ്ടാവും. ഓക്കെ, 2 ചെറിയ പിന്നും ഒരു വലിയ പിന്നും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്ലഗിൽ നോക്കുമ്പോൾ ഒരു വലിയ ഹോൾ ഉണ്ടാവും, അതുപോലെ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ ഹോള്, എന്തിനു വേണ്ടിയാണ് ഇത് മാത്രം ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ സംബന്ധം നേരത്തെ പറഞ്ഞു, നമ്മൾ kWh മീറ്ററിൽ നിന്ന് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്, ഒരു പച്ച ലൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഒരു പച്ച ലൈൻ വരുന്നുണ്ട്, അയാളുടെ പേരെന്താ, എർത്ത് എന്നാണ്. എർത്ത് ലൈനാണ്. ഈ ന്യൂട്രലും നമ്മുടെ ഈ കറുത്ത നിറത്തിലുള്ള നമ്മുടെ ഈ ന്യൂട്രലും ചുവന്ന നിറത്തിലുള്ള നമ്മുടെ ഫേസും കൂടാതെ ഈ ഗ്രീൻ നിറത്തിൽ നമ്മുടെ ഒരു എർത്ത് വയർ കൂടിയുണ്ട്. ഈ എർത്ത് വയറിനെ നമ്മൾ ഈ അപ്ലയൻസിലേക്ക് എത്തിക്കുമ്പോൾ
അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എർത്ത് വയറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ എന്താണ് വണ്ണം കൂടിയ വലിപ്പം കൂടിയ പിൻ വഴിയാണ്. ആ തേർഡ് പിൻ എന്ന് പറയുന്നത് എർത്ത് പിന്നാണ്. ബാക്കി രണ്ടും ഫേസും ന്യൂട്രൽ പിൻസ് ആണ്. ഈ പിൻ എന്ന് പറയുന്നത് എർത്ത് പിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഇത് നമ്മുടെ എർത്ത് പിന്നാണ്. ഇതിന്റെ ഉപയോഗം എന്തിനാണ് ഈ എർത്ത് പിൻ വലുതാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ ട്രാൻസ്ഫോമറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വയറിന്റെ തിക്നെസ്സിനെ പറ്റി പറഞ്ഞു. അതായത് വീതി കൂടിയ ഓസി കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു വെള്ളത്തിന് എളുപ്പത്തിൽ പോകാൻ കഴിയുക. അതുപോലെ തന്നെ തടി കൂടുതലുള്ള കണ്ടക്ടർ കൂടിയാണ് എന്ത് ചെയ്യുക, വയറിൽ കൂടിയാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി എളുപ്പത്തിൽ ഫ്ലോ ചെയ്യുക. അപ്പൊ ഇതിന് കുറച്ചുകൂടി തടി കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുക വെച്ചാൽ, ഇനി എങ്ങാനും നമ്മുടെ അപ്ലയൻസിൽ എന്ത് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എക്സസ് കറണ്ട് എന്ത് ചെയ്യും, മറ്റ് രണ്ട് വയറിൽ കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോഷൻ ഉറപ്പാണ്. ന്യൂട്രലിൽ ഫേസ് വയറിൽ കൂടി കറണ്ട് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ ഉറപ്പാണ്. അപ്പോൾ അതിനേക്കാൾ വലുതാക്കിയിട്ട് എർത്ത് പിന്ന് ആക്കി കഴിയുമ്പോൾ സംഭവിക്കും, കൂടുതൽ കറന്റിന് ഫ്ലോ ചെയ്യാൻ എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ തടി കൂടുതലുള്ള എന്താണ് പിന്നിൽ കൂടി ആയിരിക്കും കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, മറ്റ് രണ്ടിലേക്കും പോവാതെ ഈ എർത്ത് പിന്നിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ട്രാവൽ ചെയ്യും. മറ്റ് രണ്ട് പിൻസിനെ ഒഴിവാക്കിയിട്ട് ആദ്യം ഏതിലേക്കൂടെ ട്രാവൽ ചെയ്യും, എർത്ത് പിന്നിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുക. അപ്പൊ എന്ത് സേഫ് ആയിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് എർത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഡേഞ്ചർ ഒഴിവാകും. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വണ്ണം കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നീളം കൂടുതലുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല, നമ്മളിങ്ങനെ പ്ലഗ് ഇങ്ങനെ കുത്തുമ്പോൾ ആദ്യം കോണ്ടാക്ട് വരുന്നത് ഈ എർത്ത് പിന്നാണ്. അതിനുവേണ്ടിയാണ് ഈ നീട്ടം കൂടുതൽ വെച്ചിരിക്കുന്നത്. അതും എന്തിനാണ്, എക്സ്ട്രാ കറണ്ട് ഇനി എങ്ങാനും അതിലൂടെ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഓവർലോഡിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ന്യൂട്രൽ അല്ലെങ്കിൽ ഫേസ് ആണ് ആദ്യം വന്ന് സർക്യൂട്ടിലേക്ക് കോണ്ടാക്ട് ആവണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എക്സ്പ്ലോഷൻ ഉണ്ടാവും. അത് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എർത്ത് ഇതിന് ആദ്യം എർത്ത് പിൻ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ അതിന് നീട്ടം കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ, എക്സസ് കറണ്ട് ഉണ്ടെങ്കിലും സേഫ് ആയിരിക്കുക, നേരെ എർത്തിലേക്ക് പോയിട്ട് ആ കറണ്ട് ഇല്ലാതായി ഡേഞ്ചർ ഒഴിവായി പോകും. അപ്പോൾ ഇതാണ് 3 പിൻ പ്ലഗും എർത്തിങ്ങും നമ്മുടെ എന്താണ് സേഫ്റ്റിക്ക് വേണ്ടി വഹിക്കുന്ന പങ്കെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഡി സി എ സി എന്നുള്ളൊരു ഡിഫറൻസ് പറഞ്ഞു. ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന കറണ്ട്. അപ്പൊ ഞാൻ ഡി സിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് എക്സാമ്പിൾ, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫോൺസ്, മൊബൈൽ ഫോൺസ്, അതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് എടുത്താലും അവരെല്ലാം ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്ററിയിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ബാറ്ററി ഉള്ള പ്ലഗ് കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ബാറ്ററി ഉള്ള സംഗതികൾ തന്നെ പലപ്പോഴും നമ്മുടെ എ സിയിലും വർക്ക് ചെയ്യാറുണ്ട് അല്ലെ. ശരിക്കും അവർക്ക് വേണ്ട ഡി സി കറണ്ടാണ്, പക്ഷെ അവർ പലപ്പോഴും എ സിയിൽ വർക്ക് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും അവർക്ക് ഡി സി കറണ്ടാണല്ലോ വേണ്ടത്, പക്ഷെ അവർ എ സിയിലും, ശരിക്കും നമ്മുടെ ബാറ്ററിയിലൊക്കെ കിട്ടേണ്ടത്. അപ്പോൾ മൊബൈൽ ഫോണിന്റെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ശരിക്കും എ സി കറണ്ടാണ് വരുന്നത്, പക്ഷെ മൊബൈൽ ഫോണിലേക്ക് കിട്ടേണ്ടത് എന്ത് കറണ്ടാ, ഡി സി കറണ്ടാണ് ശരിക്കും കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും സംഭവിക്കുക, എങ്ങനെയാണ് ഈ എ സി കറണ്ടിനെ ഇവർ ഡി സി ആക്കി മാറ്റുക? അപ്പോൾ സത്യത്തിൽ ഈ ഇവരെല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് എ സിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡി സി ആക്കി മാറ്റണം. അപ്പൊ ഈ ഡി സി ആക്കി മാറ്റുക എന്നുള്ള പണി ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇവരുടെ ഉള്ളിൽ ഒരാളിരിപ്പുണ്ട്. അയാളുടെ പേര് റെക്ടിഫയർ എന്നാണ്. ഓക്കെ, ഈ ഡി സി അപ്ലയൻസസിന്റെ ഉള്ളിൽ ഒരു റെക്ടിഫയർ ഇരിപ്പുണ്ട്. ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡയോഡ് എന്ന് പറഞ്ഞൊരു സംഭവം. ഈ റെക്ടിഫയറിന്റെ ഉള്ളിൽ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ, ഡയോഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കടത്തുള്ളൂ. അപ്പുറത്തെ ഡയറക്ഷനിൽ കറണ്ട് വന്നാൽ അതോടെ തടഞ്ഞു നോക്കും. അപ്പൊ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും, എ സി നമ്മളെ ഡയോഡുള്ള സർക്യൂട്ടിൽ കണക്ട് ചെയ്താലും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന എപ്പോഴും ഒരു സിംഗിൾ ഡയറക്ഷനാണ്, മറ്റേ ഡയറക്ഷനെ ഈ ഡയോഡ് കടത്തി വിടില്ല. അപ്പോൾ ഈ റെക്ടിഫയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സിയുടെ ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള കറണ്ടിന് എന്ത് ചെയ്യും, ഈ റെക്ടിഫയർ കടത്തിവിടും, മറ്റേ ഡയറക്ഷനിലുള്ള കറണ്ടിനെ പിടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് എന്ത് കിട്ടും, ഒരു സിംഗിൾ ഡയറക്ഷനിലുള്ള കറണ്ട് നമുക്ക് കിട്ടും. അതാണ് റെക്ടിഫയറിന്റെ പണി. അപ്പോൾ ഡി സി എക്യുപ്മെന്റ്സിലെല്ലാം റെക്ടിഫയർ ഉണ്ടാവും. റെക്ടിഫയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് എ സിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർക്ക് എ സി സർക്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇലക്ട്രിക് ഷോക്കിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഫെയിൽ ചെയ്തെന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ഇവക്കെല്ലാം എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതല്ലാതെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എക്സ്ട്രാ റീസൺസ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഷോക്ക്? എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇലക്ട്രിക് ഷോക്ക് occurs when we touch bare wires or cables with damaged insulation or when lightning strikes. ഓക്കെ, അതായത് ഇടിവെട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻസുലേഷൻ, അതായത് നമ്മൾ വയറ് കണ്ടിട്ടുണ്ടാവും, വയറിന്റെ പുറത്തുകൂടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ഉണ്ടാവും, അതിനെന്തെങ്കിലും ഡാമേജ് ഉള്ളപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്,
ഈ ഇലക്ട്രിക് വയേഴ്സിൽ നമ്മുടെ എന്താണ് ബെയർ ഹാൻഡ്സ് കൊണ്ട് നമ്മൾ എന്താണ് തൊടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ നനവുള്ളപ്പോൾ നമ്മൾ തൊടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ആ വയറിൽ നിന്ന് അല്ലെങ്കിൽ ആ അപ്ലയൻസിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഇതിനാണ് എന്ത് പറയുക? ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയാം. ഇഫ് സംബഡി ഗെറ്റ്സ് ആൻ ഇലക്ട്രിക് ഷോക്ക്, മെയിൻ സ്വിച്ച് ഷുഡ് ബി ടേൺഡ് ഓഫ്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മെയിൻ സ്വിച്ച് ഓഫ് ആക്കാണ്. കാരണം നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാതെ കറണ്ട് അയാളുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ വന്നിട്ട് അയാളെ ടച്ച് ചെയ്യാൻ സംഭവിക്കും, നമുക്കും ഇതുപോലെ തന്നെ സംഭവിക്കും, കറണ്ട് അടിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ സ്വിച്ച് ആദ്യം ഓഫ് ചെയ്യണം. സെപ്പറേറ്റ് ദ ഇലക്ട്രോക്യൂട്ടഡ് പേഴ്സൺ യൂസിങ് എ ഡ്രൈ പീസ് ഓഫ് വുഡ് ഓർ അതർ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൈ കൊണ്ട് തൊടാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഇനി മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെന്നിരിക്കട്ടെ, മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും ചിലപ്പോൾ എന്തെങ്കിലും റെസിഡ്യുവൽ കറണ്ട് ഇയാളുടെ ശരീരത്തിൽ, അപ്പോൾ തൊടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഓഫ് ആക്കിയാലും നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത ഇൻസുലേറ്റേഴ്സ്, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒരു വടി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു തുണി, അല്ലെങ്കിൽ ഒരു വുഡിന്റെ ഒരു പീസ്, ഒരു തടി കഷ്ണം, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ പയ്യെ ഈ ഷോക്ക് ഏറ്റ ആളെ പയ്യ അതിൽ നിന്ന് തട്ടിയിട്ട് നീക്കുക. നെവർ ടച്ച് ദി അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് ബെയർ ഹാൻഡ്സ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? നേരെ പോയിട്ട് കൈ കൊണ്ട് തൊടരുത്. കാരണം നമ്മൾ കറണ്ട് ഓഫ് ആക്കിയാൽ എന്തുണ്ടാവും? റെസിഡ്യുവൽ കറണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട സംഗതി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ചെയ്യേണ്ടത് മസാജ് ചെയ്യുക. അപ്പൊ മസാജ് ചെയ്യുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണ്. മസാജ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ എന്താണ് കറണ്ട് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ഒരാൾക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഇത് എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആയിരിക്കും ബോഡി. അപ്പം മസിൽസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് മാറും. ഭയങ്കര മസിൽസിന് ഒരു ഉറപ്പ് വരും. അതുപോലെ തന്നെ ഹാർട്ട് ഒക്കെ എന്താണ് ബീറ്റിംഗ് നിലക്കും. അപ്പൊ ഇതുകൊണ്ട് 2 കാര്യങ്ങളാണ് സംഭവിക്കുക. പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? വളരെയധികം കുറഞ്ഞു. ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു. രണ്ടാമത് ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയും. ബ്ലഡ് എന്ത് ചെയ്യില്ല, അങ്ങനെ വെയിൻസിൽ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ എന്താ, ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് വർക്ക് ചെയ്യും, ബോഡി ടെമ്പറേച്ചർ കുറയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു അവസ്ഥ കൂടുതൽ നേരം തുടർന്നു കഴിഞ്ഞാൽ എന്താണ് പല പ്രശ്നങ്ങൾക്കും കാരണം. പ്രത്യേകിച്ച് ബ്രെയിനിലേക്കൊക്കെ ബ്ലഡ് എത്തിയിട്ടില്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മസിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ മസാജ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ മൂലം സംഭവിക്കും, ബോഡി ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ എന്താ ബ്ലഡ് ഫ്ലോ നിലച്ചു പോകാതെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് മസിൽസ് വീണ്ടും ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യുന്നത് സഹായിക്കും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഈ ഷോക്ക് ഏറ്റ ആളുടെ ശ്വാസം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ അയാൾക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ഓക്കെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, മൗത്ത് ടു മൗത്ത് റിസസിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക? നമ്മൾ അത്തരത്തിൽ സ്വയം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. അതായത് എന്താണ് CPR? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഷോക്ക് അടിച്ച ഒരാളുടെ എന്ത് സംഭവിക്കും? ഹാർട്ട് ചിലപ്പോൾ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൾസ് ഒക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ഒരു കൈ ഇങ്ങനെ 2 കൈ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? കൈയിന്റെ ഈ ഒരു ഭാഗം കൊണ്ട്, കൈയിന്റെ ഈ പാമ്പിന്റെ ഈ താഴെയുള്ള ഈ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക? ഈ നെഞ്ചിന്റെ ഈ കുഴിയുടെ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക? ശക്തിയായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അമർത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ CPR-ഉം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 20 തവണ CPR ചെയ്ത ശേഷം വീണ്ടും എന്ത് ചെയ്ത് കൊടുക്കുക? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. വീണ്ടും ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടാവണം. ആംബുലൻസ് പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള ഒരാളുടെ ജീവൻ വരെ രക്ഷപ്പെടുക. ഓക്കെ, അപ്പോ പിന്നെ പറയാനുള്ള ഒരു സംഗതി പ്രിക്കോഷൻസ് ആണ്. ഓക്കെ, അപ്പോ എന്താ നമ്മളെപ്പോഴും പറയാനുള്ള ഒരു സംഗതിയാണ് എന്താ, ഒരു സംഗതി വരുന്നതിനേക്കാൾ വന്നിട്ട് അതിനെ നേരിടുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അത് വരാതെ സൂക്ഷിക്കലാണ്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മളതിനെ വരാതെ പ്രിക്കോഷൻസ് വെച്ചിട്ട് തടഞ്ഞു നിർത്തുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രധാനമായിട്ടും ചെയ്യാനുള്ള സംഗതികൾ, ഫസ്റ്റത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ഡു നോട്ട് ഹാൻഡിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. നനഞ്ഞ കൈകൾ കൊണ്ട് എന്ത് ചെയ്യരുത്? പോയിട്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തൊടരുത്. കാരണം വാട്ടർ ഒരു സ്ട്രോങ് കണ്ടക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. എന്ത് ചെയ്യരുത്? പട്ടം പറത്തരുത്. എന്തിന്റെ അടുത്ത്? ഈ നമ്മുടെ ഇലക്ട്രിക് ലൈൻസ്, ഇലക്ട്രിക് കമ്പിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യരുത്? പട്ടം പറത്തരുത്. പട്ടം പറത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ
ഇലക്ട്രിസിറ്റിയിൽ കറണ്ട് ഉണ്ടെന്ന് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു കഥയാണ്. അദ്ദേഹം പട്ടം പറത്തിക്കൊണ്ടിരുന്നപ്പോൾ പട്ടത്തിൽ ഈ ഇടിമിന്നലേറ്റിട്ട് അദ്ദേഹത്തിന് ഷോക്ക് ഏറ്റു. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവുന്നത്, ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഉള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ഈ പട്ടം പറത്തും, അതുപോലെ തോട്ടി ഉപയോഗിക്കും, ഇരുമ്പിന്റെ ഒക്കെ തോട്ടി ഉപയോഗിക്കുമ്പോൾ അത് ഇലക്ട്രിക് ലൈൻസിന് മാക്സിമം ഇരുമ്പിന്റെ തോട്ടിയൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ലൈൻസിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള സംഗതികളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെയുള്ള ഡ്യൂറിങ് ലൈറ്റ്നിങ് അവോയ്ഡ് ഗെറ്റിംഗ് നിയർ ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഡിസ്കണക്ട് ഓൾ പ്ലഗ്സ് ആൻഡ് സോക്കറ്റ്സ്. ഇടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രിസിറ്റി ഉള്ള സംഗതികളുടെ അടുത്തേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ പ്ലഗുകളും സോക്കറ്റുകളും നമ്മൾ എന്ത് ചെയ്യുക, ഊരിയിടുക. അവസാനമായിട്ട് പറയാനുള്ളത്, ഇഫ് വാട്ടർ എൻറ്റേഴ്സ് ഹോം ഡ്യൂ ടു ഫ്ലഡ്സ് ഡിസ്കണക്ട് ദ ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മഴക്കാലത്ത് പ്രളയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിൽ പല ആളുകളും ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും, വീട്ടിലേക്കുള്ള ഇലക്ട്രിക് കണക്ഷൻ നമ്മൾ മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക, ഓഫ് ആക്കിയിടുക. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, വെള്ളം എത്താത്ത രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ഇലക്ട്രിക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ കുറക്കാനുള്ള സംഗതികൾ പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ സംഗതികൾ നിങ്ങൾ ഓർക്കണം. നമ്മൾ ആദ്യം പറഞ്ഞത് സേഫ്റ്റി ഫ്യൂസിന്റെ കേസാണ്. സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ഫേസ് ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫേസിൽ കണക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ, ന്യൂട്രലിലോ എർത്ത് ലൈനിലോ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഫേസ് ലൈനിലാണ്. അപ്പോൾ ആ സേഫ്റ്റി ഫ്യൂസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്ത് ഉപയോഗിക്കാം, നമ്മുടെ ELCB അതുപോലെ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സേഫ്റ്റി ഫ്യൂസിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എങ്ങാനും ഷോക്ക് ഒരാൾക്ക് ഇതിനെല്ലാം മറികടന്ന് ഒരാൾക്ക് എന്ത് ചെയ്യണം, ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള സംഗതികൾ നമുക്ക്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള സംഗതികൾ നമുക്ക് ചെയ്യാം. അതുപോലെ ഇത്തരത്തിൽ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ പ്രിക്കോഷൻസ് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു സംഗതിയിൽ വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്രോഡായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ പറ്റിയാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ച. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ലോകത്തിനെ മാറ്റിമറിച്ചൊരു സംഗതിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. ഒരുപാട് വിപ്ലവകരമായ ചേഞ്ചസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തിയത്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ ഉയർത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് ഇലക്ട്രിസിറ്റി വഹിച്ചിട്ടുണ്ട്. അതിന് ഒക്കെ കാരണമായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റാണ്, അതിൻ്റെ ഒരു ഇൻവെൻഷനാണ്. അതിൽ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ പോലുള്ള അപ്ലയൻസ്, മൈക്രോഫോൺ പോലുള്ള അപ്ലയൻസസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിൽ വന്ന ഈ റെവല്യൂഷന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇവർ തമ്മിൽ കണക്ഷൻ എന്താണെന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്, ഡെയിലി എങ്ങനെയാണ് കറണ്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി, ട്രാൻസ്ഫോമർ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്ഫോമറൊക്കെ, പക്ഷെ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയറിങ്ങിനെ പറ്റിയും, അതുപോലെ നമ്മുടെ ഇതിലുള്ള വയേഴ്സ് ഏതൊക്കെയാണെന്നും ഒക്കെ ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ പഠിക്കാനുള്ള ഇതിൻ്റെ ഡിവൈസസിൻ്റെ ഒക്കെ സ്ട്രക്ചർ, അതുപോലെ അവരുടെ പാർട്സ് ഒക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്യാനൊക്കെ പഠിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് ബൈ.